അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. വോട്ടെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വിശ്രമമില്ലാത്ത രാപ്പകലുകളായിരിക്കും. ഉണ്ടെങ്കിലായി, ഉറങ്ങിയെങ്കിലായി. രണ്ടാലൊന്നാകുന്നതുവരെ തിരക്കോട് തിരക്കായിരിക്കും. പ്രഭാത ചിന്തയ്ക്ക് അതിലെന്താ കാര്യം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പറയാം. ചിലത് നമുക്കും ചിന്തിക്കാനുണ്ട്, ചെയ്യാനും പറയാനുമുണ്ട്. തീർച്ചയായും നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ ഏത് സാഹചര്യത്തിലും നമുക്കെന്തെങ്കിലും ചെയ്യാനും പറയാനും ചിന്തിക്കാൻ പോലും പറ്റൂ. അതെ, അതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വെളുപ്പാൻ കാലത്ത് സൂചിപ്പിക്കുന്നത് കാര്യമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ തള്ളാം. ഇനിയിപ്പോൾ സീറ്റ് ചർച്ചയായി, സ്ഥാനാർത്ഥി നിർണയമായി, അത് പ്രഖ്യാപനമായി. അതോടെ സീറ്റ് നിലനിർത്താനും തിരിച്ചു പിടിക്കാനും പുതിയത് അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാനുമൊക്കെയുള്ള തിരക്കിട്ട ശ്രമമായിരിക്കും. അതിന് ഓരോരുത്തരും അവരവരുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും പുറത്തെടുക്കും. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് അരങ്ങ് തകർക്കും. വിഴുപ്പലക്കലുകളും കുഴിത്തോണ്ടലുകളും അതൊക്കെ അതിൻ്റെ മുറക്ക് നടക്കും. സ്വയം പാരവെക്കലും പണി കൊടുക്കലും കിട്ടിയ പണിക്ക് പലിശ സഹിതം തിരിച്ചു കൊടുക്കലും ഒക്കെ ബഹുജോറായി നടക്കും. കൊറോണയുടെ നിറസാന്നിധ്യവും നിയന്ത്രണങ്ങളുമെല്ലാം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ആശ്വാസം കിട്ടാനിടയുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളും സ്റ്റേജ് കുലുക്കലും പേജ് നിറക്കലുമൊക്കെ തകൃതിയായി തന്നെ നടക്കട്ടെ. എല്ലാം അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഒരു കാര്യം ആദ്യം നമുക്ക് പറയാം. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അടുത്ത നിമിഷം, അടുത്ത ദിവസമോ ആഴ്ചയോ മാസമോ അടുത്ത വർഷമോ ഒന്നുമല്ല. അടുത്ത നിമിഷം, തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ അവൻ്റെ വിശ്വാസം അവന് അനുവദിക്കുന്നില്ല. അള്ളാഹുവിന് മാത്രമേ അതറിയൂ. ഇതായിരിക്കും അവൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇൻഷാ അല്ലാഹ് എന്നു പറയാതെ നാളെ ഞാനൊരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ നാളെ ഇന്ന കാര്യം സംഭവിക്കും എന്നു പറഞ്ഞുകൂടാ. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ രീതിയും ശൈലിയും. ഇവിടെ നമ്മുടെ ചില നേതാക്കന്മാർക്ക് ഒരു തോന്നലുണ്ട്. പ്രസംഗത്തിനിടയിൽ ഇൻഷാ അല്ലാഹ് എന്നോ, അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു മതേതരവാദി അല്ലാതെയായി പോകും. അതുകൊണ്ട് മറ്റു ഇതര പാർട്ടിക്കാരും മതസ്ഥരും പ്രസ്ഥാനക്കാരുമൊക്കെ സ്റ്റേജിലും ചിലപ്പോഴൊക്കെ സ്റ്റേജിൻ്റെ മുമ്പിലും ചുറ്റുഭാഗത്തുമുണ്ടെങ്കിൽ പിന്നെ ഈ മര്യാദകളൊക്കെ മനഃപൂർവ്വം അങ്ങോട്ട് മറന്നുപോകും. കൂട്ടത്തിൽ ചിലരൊക്കെ ധരിച്ചു വെച്ചതുപോലെ തോന്നുന്നു എന്നൊരു സംശയം. രാഷ്ട്രീയമാകുമ്പോൾ മതവും ധർമ്മവും
മൂല്യവും നന്മയുമൊക്കെ പാകത്തിന് മതി. മതത്തിൻ്റെ നിർദ്ദേശങ്ങളും മര്യാദകളും ചിട്ടവട്ടങ്ങളുമൊക്കെ അതേപടി രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല, ചിലവാകൂല. രാഷ്ട്രീയ അടുപ്പിൽ ഇതെല്ലാം കൂടി വേവൂല. ഇങ്ങനെയൊക്കെയാണ് ചിലരുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം വലിയ അപകടമല്ലേ വരുത്തുക? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.